കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ വന്ദനം. ഇമ്മാനുവേൽ പ്രയർ മിഷന്റെ ഉറവ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട സ്നേഹമുള്ള വിശ്വാസികളെ, എല്ലാ പ്രിയപ്പെട്ടവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുകയാണ്. അനേക സംഭവങ്ങൾ കാണുകയും കേൾക്കുകയും ഓരോ ദിവസവും പുതിയ കാഴ്ചപ്പാടിലൂടെ കടന്നു പോകുന്ന നമ്മൾ ഭയവും ഭീതിയും ഭയാനകമായ ചിന്തകളും മനസ്സിനെ കീഴ്പ്പെടുത്തുകയും ആഗ്രഹിച്ച നിലയിൽ മുൻപോട്ട് പോകുവാൻ കഴിയാത്ത വിധത്തിൽ മൂടുപടം കെട്ടിയതായിരിക്കുന്ന ചിന്തകൾ അതിൽ നിന്ന് പുറത്തേക്ക് വരുവാൻ തക്കവണ്ണം ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുകയാണ്. നൽകിത്തരുന്ന എല്ലാ നല്ല കൂട്ടായ്മകൾക്കും പ്രോത്സാഹനങ്ങൾക്കും ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു. പ്രിയമുള്ളവരെ, കഴിഞ്ഞ ഒരാഴ്ചക്കാലം എല്ലാ പ്രിയപ്പെട്ടവരും ധ്യാനത്തിലും ഉപവാസത്തിലും അതുപോലെ ദൈവസന്നിധിയിലെ നോയമ്പിലും ഒക്കെ ആയിരുന്നു എന്ന് അറിയാം. ഈ കഴിഞ്ഞ ഒരാഴ്ചക്കാലം ദൈവം നിങ്ങളെ അതിശ്രേഷ്ഠമായി ദൈവം നടത്തി അനുഗ്രഹിച്ചു. ആരോഗ്യവും ബലവും സൗഖ്യവും എല്ലാം നൽകി നമ്മെ ശക്തീകരിച്ചു. ഇന്ന് പകൽക്കാലം അല്പസമയത്തെ ചിന്തകൾക്കായി ഒരു തിരുവചന ഭാഗം ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കെല്ലാവർക്കും വളരെ പരിചിതവും വളരെയധികം സുപരിചിതവുമായ ദൈവവചനമാണ്. അതിനാധാരമായിട്ട് മത്തായിയുടെ സുവിശേഷം 28 അധ്യായം 5-6 വാക്യങ്ങൾ നമുക്ക് വളരെ പരിചിതമാണ്. ആ വാക്യം ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ദൂതൻ സ്ത്രീയോട്, ഭയപ്പെടേണ്ട, ക്രൂശിക്കപ്പെട്ട യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നു എന്ന് അവൻ പറഞ്ഞു. അവൻ ഇവിടെ ഇല്ല. താൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റു. അവൻ കിടന്ന സ്ഥലം വന്ന് കാൺമീൻ എന്ന് പറഞ്ഞു. കർത്താവിൽ പ്രിയരെ, നമുക്കെല്ലാവർക്കും വളരെ പരിചിതമായ ഒരു വേദഭാഗമാണ് ഇവിടെ വായിച്ചത്. കഴിഞ്ഞ ചില നാളുകളായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് വിശ്വാസ ജീവിതത്തിന്റെ യാത്രയിൽ നേരിടുന്നതായിരിക്കുന്ന അനേക പ്രതികൂലങ്ങളും പ്രതിസന്ധികളും അതിനെ എപ്രകാരം തരണം ചെയ്തു എന്നുള്ളതാണ്. ഇന്ന് പകൽക്കാലം ഇവിടെ വായിച്ചായിരിക്കുന്ന വേദഭാഗം നമുക്ക് എല്ലാവർക്കും വളരെ പരിചിതമാണ്. ഇവിടെ ഒരു സ്ത്രീ യേശുവിന്റെ കല്ലറയ്ക്കിലേക്ക് വരികയാണ്. ആ കല്ലറയിലേക്ക് നോക്കുമ്പോൾ ആ കല്ലറയിൽ അടക്കം ചെയ്തതായിരിക്കുന്ന യേശുദേവനെ അവർ കണ്ടില്ല. അപ്പോൾ ഒരു ദൂതൻ അവിടെ പ്രത്യക്ഷപ്പെട്ട ദൂതൻ അവളോട് പറയുകയാണ്, ഭയപ്പെടേണ്ട മകളെ, ഭയപ്പെടേണ്ട. യേശു ജീവിച്ചിരുന്ന സമയത്ത് പറഞ്ഞതുപോലെ അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഇത് വളരെയധികമായ ആശ്ചര്യം ഉളവാക്കുന്ന ഒരു കാര്യമാണ്. യേശുവിന്റെ മരണം, യേശുവിന്റെ ജനനം, യേശുവിന്റെ പ്രസംഗം, യേശുവിന്റെ പ്രവർത്തനങ്ങൾ, യേശുവിന്റെ ശുശ്രൂഷകൾ, യേശുവിന്റെ രോഗികളെ സൗഖ്യമാക്കിയത്, മരിച്ചവരെ ഉയർപ്പിച്ചത്, അതെല്ലാം വളരെയധികമായ വ്യത്യസ്തതയുളവാക്കിയതും മാത്രമല്ല, യഹൂദന്മാരുടെ ഇടയിലും ദേവാലയങ്ങളിലും ഭവനങ്ങളിലും കൂടി വന്നവരുടെ ഇടയിലുമൊക്കെ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട വിഷയം തന്നെയാണ്. കാരണം ഇന്നുവരെയും ആരും ചെയ്യാത്തതായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനെക്കുറിച്ചൊരു സംസാരമുണ്ടാകും. ആർക്കും രോഗികളെ സൗഖ്യമാക്കാൻ കഴിയാതിരിക്കുമ്പോൾ യേശുവിന്റെ ശുശ്രൂഷയിൽ സൗഖ്യമായപ്പോൾ മുടന്തൻ തുള്ളിച്ചാടി നടന്നപ്പോൾ, അതേ കല്ലറയിൽ കിടന്ന മനുഷ്യൻ ഭൂതഗ്രസ്തൻ വിട്ടുമാറിയപ്പോൾ, അങ്ങനെ അത്ഭുതങ്ങൾ കണ്ട അനേക പ്രിയപ്പെട്ടവരുടെ ഇടയിൽ യേശുവിനെ കുറിച്ച് വലിയ ഒരു സംസാരം തന്നെ ഉണ്ടായി. അങ്ങനെ കടന്നു പോകുന്ന സമയത്താണ് ഈ സഹോദരിയെ പരിചയപ്പെടുന്നത്. മക്കളക്കാരി മറിയം പരിചയപ്പെടുകയാണ്. അവളുടെ ജീവിതം വളരെ വ്യത്യസ്തമായിരുന്നു. സമൂഹം വെറുക്കപ്പെട്ട ഒരു ജീവിതമായിരുന്നു. സമൂഹം തള്ളിക്കളഞ്ഞ ഒരു ജീവിതമായിരുന്നു. എല്ലാവരും
തള്ളിക്കളഞ്ഞ ഒരു ജീവിതമായിരുന്നു. നിന്ദയും പരിഹാസങ്ങളും വേദനകളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് ദൈവം തന്നെ കണ്ടെത്തിയ ഒരു സംഭവമാണ്. നമുക്കതറിയാം. അങ്ങനെ യേശുവിൽ അവൾ ആശ്രയിക്കുകയാണ്. യേശുവിടെ പാപങ്ങളെ കഴുകിക്കളഞ്ഞു. അവളെ ചേർത്ത് പിടിച്ചു. അവളെ എല്ലാവരും തള്ളിക്കളഞ്ഞപ്പോൾ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് യേശു അവളെ സ്വാതന്ത്ര്യത്തിന്റെ, ശാന്തിയുടെ, സമാധാനത്തിന്റെ ആ നിറവിന്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാൻ ഇടയായി തീർന്നു എന്ന് നമുക്ക് വ്യക്തമായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ യേശുവിന്റെ മരണം, അതിൻ്റെതായിരിക്കുന്ന ആ സാഹചര്യങ്ങളൊക്കെ കഴിഞ്ഞ ദിനങ്ങളിലൊക്കെ ദേവാലയത്തിൽ അനേക ശ്രേഷ്ഠന്മാരായ ദൈവദാസന്മാരിലൂടെ നമുക്ക് ആ തിരുവചനങ്ങളൊക്കെ കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കാരണം യേശുവിനെ യഹൂദന്മാരുടെ ഇടയിൽ, ശാസ്ത്രിമാരുടെ ഇടയിൽ പിടിക്കപ്പെടുവാനിടയായത് വ്യത്യസ്തമായ ഒരു ഉപദേശത്തിന്റെ സന്ദേശമായി വന്നതുകൊണ്ടാണ്. രോഗികളെ സൗഖ്യമാക്കുന്നു, ഭൂതങ്ങൾ വിട്ടുപോകുന്നു. അതൊന്നും യഹൂദ മതത്തിന്റെ പരിധിയിലുള്ളതായിരുന്നില്ല. അപ്പോൾ യേശുവിന്റെ ശുശ്രൂഷകളെല്ലാം വ്യത്യസ്തമായിരുന്നത് കൊണ്ട് യേശുവിനെ അവർ ഏത് വിധേനയും ഇല്ലാതാക്കണമെന്നുള്ള വലിയൊരു ആഗ്രഹം കടന്നു വരികയാണ്. അങ്ങനെ യേശുവിനെ അവർ പിടിക്കപ്പെടുകയും 5 കോടതിയിലായിട്ട് 6 പ്രാവശ്യം വിസ്തരിച്ചിട്ടും ഒരു കുറ്റവും കാണാതെ യേശുവിനെ ക്രൂശിക്കായി എന്ന് പീലാത്തോസിനോട് പറയുകയാണ്. പീലാത്തോസ് പറഞ്ഞു, ഇവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. അല്ല, ഞങ്ങൾക്ക് യേശുവിനെ വേണം. കൊള്ളയും കൊലപാതകങ്ങളും നടത്തി സമൂഹത്തിന് നൊമ്പരവും വേദന ഉളവാക്കുന്ന ബറബാസിനെ ഞങ്ങൾക്ക് വിട്ടുതരിക എന്ന് വിളിച്ചു പറഞ്ഞു. അങ്ങനെ ബറബാസിനെ വിട്ടുകൊടുക്കുകയും യേശുവിനെ ക്രൂശിക്കാനായിട്ട് അവരെ ഏൽപ്പിക്കുകയും ചെയ്തു. അങ്ങനെ യേശുവിനെ അവർ ക്രൂശിക്കാൻ വേണ്ടി കാൽവറിയിലേക്ക് കൊണ്ടുപോയി. ആ ഗോഗുൽത്താ മലയിലേക്ക് കൊണ്ടുപോയി. ആ ഗോഗുൽത്താ മലയിൽ 2 കള്ളന്മാരുടെ നടുവിൽ യേശുവിനെ അവർ ക്രൂശിച്ചു. കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാരൊക്കെ ഭയപ്പെട്ട് ഓടിപ്പോയി. സകല ജനങ്ങളും മാറി നിന്ന് കരഞ്ഞു. അത്രമാത്രം മനസ്സിനെ വേദനിപ്പിക്കുന്ന, നൊമ്പരപ്പെടുത്തുന്ന അനുഭവങ്ങളിലൂടെ ആയിരുന്നു ആ സമയം കടന്നുപോയത്. ആ സമയമൊക്കെയും മാറി നിന്നുകൊണ്ട് യേശുവിന്റെ അമ്മയോട് ചേർന്ന് നിന്ന് കരഞ്ഞൊരു സ്ത്രീയാണ് മഗ്ദലക്കാരി മറിയം. കാരണം യേശുവിന്റെ അരികിലേക്ക് ചെല്ലുവാൻ കഴിയാത്തൊരവസ്ഥയായിരുന്നു. അത്രമാത്രം നൊമ്പരങ്ങളും വേദനകളും ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് ആ കാഴ്ച ദയനീയമായ കാഴ്ച കാണുവാൻ കഴിയാതെ വണ്ണം വളരെ ഭാരത്തോടെ ഇരിക്കുന്ന ഒരവസ്ഥയായിരുന്നു. എങ്കിലും യേശുവിനെ അരിമത്യക്കാരനായിരിക്കുന്ന ജോസ് അനുവാദത്തോടുകൂടെ ക്രൂസിൽ നിന്ന് ഇറക്കി തന്റേതായിരിക്കുന്ന കല്ലറയിൽ, ആരും വെക്കാത്ത കല്ലറയിൽ യേശുവിനെ അടക്കി. മുദ്രയിടപ്പെട്ടു. കാവൽക്കാരെ നിർത്തി. കാരണം യേശു പറഞ്ഞു, ഞാൻ ഉയർത്തെഴുന്നേൽക്കും. അതുകൊണ്ട് റോമാ ഗവൺമെന്റ് ശക്തമായിരിക്കുന്ന മുദ്ര തന്നെ വെച്ചു, കാവൽക്കാരെ വെച്ചു. അത്രമാത്രം അതിനെ ഉറപ്പിച്ചു. മറ്റൊരു ദോഷവും വരാതെ വണ്ണം. 2 ദിവസം കഴിഞ്ഞു. 3-ാം ദിവസം രാവിലെ സമയം ഈ സഹോദരിക്ക് ഉറക്കം വന്നില്ല. അവൾ ഒരു പിടി പൂക്കളുമായിട്ട് യേശുവിന്റെ കല്ലറക്കിലേക്ക് വരികയാണ്. കല്ലുരുട്ടി നീക്കിയിരിക്കുന്നത് കാണുകയാണ്. അവൾ അതിനകത്തേക്ക് പ്രവേശിച്ചു. ഇരുട്ടാണ്. പെട്ടെന്നൊരു ദൂതൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. അവൾക്ക് ഇതുവരെയും വിശ്വസിക്കുവാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു കാഴ്ച അവൾ കണ്ടു. അവളോട് സംസാരിക്കുന്ന ദൂതൻ പറഞ്ഞ ദൈവത്തിന്റെ ദൂതനാണ്. നീ ആരെ തിരയുന്നു? നസ്രയനായ യേശുവിനെ. ദൂതൻ പറഞ്ഞവരിവിടെയില്ല, അവർ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് അനേക തത്വചിന്തകന്മാരുടെയും ജ്ഞാനികളുടെയും കവികളുടെയും രാജാക്കന്മാരുടെയും അനേക പ്രഭുക്കന്മാരുടെയും കല്ലറകൾ ഇന്നും അടഞ്ഞു കിടക്കുമ്പോൾ, വർഷാവർഷങ്ങളിൽ ഓർമ്മകൾക്കായിട്ട് അവർ പുഷ്പചക്രം അർപ്പിക്കുമ്പോൾ, യേശുവിന്റെ കല്ലറ അന്ന് തുറക്കപ്പെട്ടു, ഇന്നും തുറക്കപ്പെട്ട് കിടക്കുകയാണ്. ഉയർത്തെഴുന്നേറ്റവനായിരിക്കുന്ന ക്രിസ്തു 2000 വർഷങ്ങൾക്ക് മുൻപ് സകല മനുഷ്യന്റെ പാപത്തെ ഏറ്റെടുത്തുകൊണ്ട്, സകല രോഗങ്ങളെ വഹിച്ചുകൊണ്ട്, സകല രക്ഷയും മനുഷ്യന് നൽകണം എന്നാഗ്രഹിച്ചുകൊണ്ട് അത് ഉയർത്തെഴുന്നേറ്റു.
ഇന്ന് പിതാവിന്റെ സന്നിധിയിൽ മഹിമയോടെ ഇരിക്കുന്നു. അതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ലോകരക്ഷകനായിരിക്കുന്ന യേശുദേവൻ ഇന്ന് പിതാവിനോടൊപ്പമായിരിക്കുന്നു. അവൻ വീണ്ടും വരും എന്നുള്ള ഒരു വലിയ പ്രത്യാശയും സന്ദേശവും നൽകി അവരെ അനുഗ്രഹിച്ച് യേശു കടന്നു. അതുകൊണ്ടാണ് യേശു ഉയർത്തെഴുന്നേറ്റത് കൊണ്ടാണ് നാം ഓരോരുത്തരും ഇവിടെ ആയിരിക്കുന്നത്. അതുകൊണ്ടാണ് പ്രത്യാശ നമുക്ക് തന്നത്. ആ പ്രത്യാശയിൽ നമ്മൾ ജീവിക്കുന്നത്. ഈ പ്രത്യാശ മുറുകെ പിടിച്ചുകൊണ്ട് നല്ല പൊറുപൊരുതി നമുക്ക് മുന്നോട്ട് പോകാം. ദൈവം അനുഗ്രഹിക്കട്ടെ. കരുണയുള്ള ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പകൽക്കാലത്തിനായി 2000 വർഷങ്ങൾക്ക് മുൻപ് യേശു കർത്താവ് ഈ ലോകത്തിൽ വന്ന, ഈ ലോകത്തിലെ ത്യാഗങ്ങളും വേദനകളും സഹിച്ച് മരിച്ച് അടക്കപ്പെട്ട ഉയർത്തെഴുന്നേറ്റു. സകല മനുഷ്യനും അതേ നിത്യ രക്ഷ നൽകുവാൻ, ആ നിത്യതയിലേക്ക് ചേർക്കുവാൻ യേശു തമ്പുരാൻ ഈ ലോകത്തിൽ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ആ സ്മരണകളെ പുതുക്കിക്കൊണ്ട് ഈ നാളുകളിൽ മുന്നോട്ട് കടന്നു പോകുമ്പോൾ ഞങ്ങളെ വീണ്ടെടുത്തത് ഞങ്ങൾ ഓർക്കുന്നു. വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ വലിയ മാറ്റവും വിടുതലും നൽകി അനുഗ്രഹിക്കണം. രോഗികളായവരെ അനുഗ്രഹിക്കണം, വിടുവിക്കണം. പലവിധമായ ഭാരങ്ങളിലും പ്രയാസങ്ങളിലും ആയിരിക്കുന്നവരുണ്ട്. സ്വദേശത്തും വിദേശത്തും ഗൾഫിലും യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ ആയിട്ട് താമസിക്കുകയും ജോലി ചെയ്യുകയും ബിസിനസ് ചെയ്യുകയും പഠിക്കുകയും ചെയ്യുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട്. വിവിധ ഇടങ്ങളിൽ ജോലി ചെയ്യുന്നവരുണ്ട്. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണം. സകല നന്മകളാൽ നിറയ്ക്കണം, മഹത്വപ്പെടുത്തണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിച്ച് ആശീർവദിക്കും.